ലിറ്റിൽ ഗൈഡ്സ് പേരശ്ശന്നൂർ അവതരിപ്പിക്കുന്ന കെമിസ്ട്രി പഠന സഹായി സ്റ്റാൻഡേർഡ് 8 യൂണിറ്റ് ഫൈബറുകളും പ്ലാസ്റ്റിക്കുകളും. പോളിമറുകൾ അനേകം ലഘു തന്മാത്രകൾ ചേർന്നുണ്ടാകുന്ന വലിയ തന്മാത്രകളാണ് പോളിമറുകൾ. ഈ പോളിമറുകളെ 3ആയിട്ട് തരംതിരിച്ചിരിക്കുന്നു: ഫൈബർ, പ്ലാസ്റ്റിക്, റബ്ബർ. ഫൈബറുകൾ 2 തരമുണ്ട്. ഒന്ന് മനുഷ്യനിർമ്മിത ഫൈബർ, 2 പ്രകൃതിദത്ത ഫൈബർ. മനുഷ്യനിർമ്മിത ഫൈബറുകൾ ടെറിലിൻ, നൈലോൺ, പോളിസ്റ്റർ. പ്രകൃതിദത്ത ഫൈബറുകൾ കോട്ടൺ, പരുത്തി, ചണം. ഈ പ്രകൃതിദത്ത ഫൈബറുകളുടെ ഗുണങ്ങൾ: ധരിക്കാൻ സുഖപ്രദം, വായുസഞ്ചാരം കൂടുതൽ, ചൂടുള്ള കാലാവസ്ഥയ്ക്ക് അനുയോജ്യം, തീപിടിക്കാനുള്ള പ്രവണത കുറവ്. ഉദാഹരണം കോട്ടൺ, സിൽക്ക്, ചണം. ഇനി മനുഷ്യനിർമ്മിത ഫൈബറുകളുടെ ഗുണങ്ങൾ: വിലക്കുറവ്, കൂടുതൽ ഈട് നിൽക്കും, എളുപ്പത്തിൽ ചുളുങ്ങുന്നില്ല, നനഞ്ഞാൽ വേഗത്തിൽ ഉണങ്ങുന്നു. ഉദാഹരണം ടെറിലിൻ, നൈലോൺ, പോളിസ്റ്റർ. പ്ലാസ്റ്റിക്കുകൾ ഈ പ്ലാസ്റ്റിക്കുകൾ 2 തരത്തിലാണുള്ളത്. ഒന്നാമത്തത് തെർമോ പ്ലാസ്റ്റിക്, 2 തെർമോ സെറ്റിംഗ് പ്ലാസ്റ്റിക്. തെർമോ പ്ലാസ്റ്റിക് ചൂടാക്കുമ്പോൾ ഭൗതിക മാറ്റം സംഭവിക്കുന്നു. വീണ്ടും വീണ്ടും തെർമോ പ്ലാസ്റ്റിക് നമുക്ക് ഉപയോഗിക്കാം. ഉദാഹരണം PVC, പോളിത്തീൻ. ഇനി തെർമോ സെറ്റിംഗ് പ്ലാസ്റ്റിക്കുകൾ ചൂടാക്കുമ്പോൾ രാസമാറ്റമാണ് സംഭവിക്കുന്നത്. ഒരു തവണ മാത്രമേ ഉപയോഗിക്കാൻ പറ്റുള്ളൂ. ഉദാഹരണം ബേക്കലൈറ്റ്. പ്ലാസ്റ്റിക് മലിനീകരണം കുറയ്ക്കാനുള്ള മാർഗങ്ങൾ എന്തൊക്കെയാണ്? ഒന്നാമത്തത് ഉപയോഗം കുറയ്ക്കുക, വീണ്ടും വീണ്ടും ഉപയോഗിക്കുക, പുനഃചക്രമണം നടത്തുക. താങ്ക് യു.